പുറപ്പാട് പുസ്തകം 25 അധ്യായത്തിൽ അത് വായിക്കണ്ട, എടുത്തോളൂ, വായിക്കണ്ട. യഹോവ മോശയോട് അരുളി ചെയ്തത്, യഹോവ മോശയോട് കൽപ്പിച്ചത് എന്ന് പറയുന്ന ആ ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ സമാഗമന കൂടാരത്തിന്റെ പണിയെക്കുറിച്ച് യഹോവയായ ദൈവം, സർവശക്തനായ ദൈവം മോശയോട് പറയുന്ന ഏതാണ്ട് കുറെ അധ്യായങ്ങളിൽ തന്നെ പറയുകയാണ്, ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ പണിയണം. ജനങ്ങളുമായി അല്ലെങ്കിൽ ആത്മീയ ഗോളത്തിൽ അല്ലെങ്കിൽ ആദ്യമായി ഒരു വിശുദ്ധ മന്ദിരം, സമാഗമന കൂടാരത്തിന്റെ പണിയെക്കുറിച്ച് ദൈവത്തിന്റെ വ്യവസ്ഥ മോശയോട് കൽപ്പിക്കുകയാണ്. ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം. അതിന്റെ കുറ്റി, കൊളുത്ത്, അതിന്റെ ചരടുകൾ, അതിന്റെ നിറങ്ങൾ, അതിന്റെ കൃപാസനം, ഒട്ടനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നെക്കാട്ടിലും വളരെ അറിവുള്ളവരാണ് ഇരിക്കുന്നത്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിലും എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുകയാണ്. അങ്ങനെ വളരെ കൃത്യമായി യഹോവയായ ദൈവം മോശയോട് കൽപ്പിച്ച കാര്യങ്ങൾ അതൊരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയിലൂടെ മാത്രം പണിത് എടുത്താലേ ആ സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരികയുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ അരുളുകയുള്ളൂ. അത് ആരാധനയുടെ അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള കൂട്ടായ്മയുടെ ആദിമ രൂപമാണെന്ന് എനിക്ക് തോന്നുന്നു സമാഗമന കൂടാരം മോശ പണിയുന്നത്. അപ്പൊ അത് ദൈവം പറഞ്ഞ രീതിയിൽ തന്നെ അത് സൃഷ്ടിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ പണിതെടുത്തപ്പോഴാണ് ദൈവത്തിന്റെ ശക്തൻ അവിടേക്ക് ഇറങ്ങി വരുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ദൈവം പറഞ്ഞ മോശ അതിന് വിപരീതമായിട്ടോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടോ എന്തെങ്കിലും അതിൽ ഒരു ആണിയെങ്കിലും അടിച്ചിരുന്നെങ്കിൽ അവിടെ ദൈവം പ്രസാദിക്കില്ല, ദൈവം ഇറങ്ങി വരില്ല എന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുക. എന്ന് പറയുന്നത് അതൊരു വ്യവസ്ഥയാണ്. അതേപോലെ തന്നെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ എഫെസ്യർ 4:11 പറയുന്നു. എഫെസ്യർ 4:11 പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, അത് പുതിയ നിയമസഭയുടെ സ്ട്രക്ചർ എന്തായിരിക്കണമെന്ന് ദൈവം കൽപ്പിക്കുകയല്ല, ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. പുതിയ നിയമസഭയുടെ സ്ട്രക്ചർ ദൈവം വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായിട്ട്, അപ്പോസ്തലനാണ് സഭയിലെ ഒന്നാമൻ. അത് പറയുന്നത് 1 കൊരിന്ത്യർ 12:22 പറയുന്നു, ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലൻ, പ്രവാചകൻ, ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഒരു ഓർഡർ ദൈവം പറയുകയാണ്. ഇങ്ങനെ ആയിരിക്കണം പുതിയ നിയമസഭയുടെ സ്ട്രക്ചർ എന്നതിന് തന്നെയാണ് അതിന്റെ അർത്ഥം. ആ ഒരു ഓർഡർ ഇല്ലാതെ ദൈവ വ്യവസ്ഥയ്ക്ക് വിപരീതമായിക്കൊണ്ട് വളരെ ജഗുപ്സാവകമായ രീതിയിൽ കാര്യങ്ങൾ നടക്കുകയാണ്. ഇവിടെ എങ്ങനെ ദൈവം പ്രസാദിക്കും, ദൈവം എങ്ങനെ കൂട്ടായ്മ കാണിക്കും? പുതിയ നിയമസഭയുടെ സ്ട്രക്ചർ തെറ്റിക്കുകയാണ്. ആരാണ് തെറ്റിച്ചതെന്നും ആരൊക്കെയാണ് ഇത് തെറ്റിക്കുന്നതെന്നും ആരാണ് ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതെന്നും ഞാൻ പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യം, ആ ഒരു സ്ട്രക്ചർ മോശയോട് ദൈവം സമാഗമന കൂടാരത്തിന്റെ പണി കൽപ്പിച്ചതുപോലെ തന്നെ ദൈവം ഇവിടെ നിയമിച്ചിരിക്കുകയാണ്. അപ്പോസ്തലന്മാരെ നിയമിച്ചിരിക്കുന്നു, പ്രവാചകന്മാര്, രണ്ടാമത് പ്രവാചകൻ. ഇങ്ങനെ ഈ ഓർഡറിൽ അതിന്റെ താഴെ തന്നെ അതെന്തിനാണെന്ന് കൂടി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇതിലെ ഇടയന്മാരെ മാത്രമേ ഇന്ന് കാണാൻ പറ്റുന്നുള്ളൂ. വളരെ ചുരുക്കമായി പ്രവാചകന്മാരെ കാണുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന ഓർഡറിലുള്ള ഒരു സഭ ഞാൻ സ്വപ്നം കാണുകയാണ്. കാരണം അതാണ് ദൈവത്തിന്റെ നിയമനം. ദൈവത്തിന്റെ നിയമനം തെറ്റിച്ചുകൊണ്ട് അത് തോന്നുന്ന രീതിയിൽ ആ ഒരു സ്ട്രക്ചർ ഇല്ലാതെ പ്രവർത്തിച്ചാൽ ദൈവത്തിന്റെ ശക്തനെ ഇറങ്ങി വരൂ. പഴയ നിയമകാലത്ത് പറയുന്ന പോലെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരികയാൽ ദൈവം മനുഷ്യനുമായി കൂട്ടായ്മ ഉണ്ടാവുമോ? വളരെ സംശയകരമായ, അപകടകരമായ ഒരു രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. കാരണം ഇന്ന് സെൻട്രൽ പാസ്റ്ററാണ് അപ്പോസ്റ്റൽ എന്ന് പറയുന്ന സംഭവം ആരും കാണാൻ കൂടി കിട്ടാത്ത രീതിയിൽ പക്ഷെ ഉണ്ട്. കാരണം അല്ലെങ്കിൽ ഞാനൊരു 2-3 പാസ്റ്റർമാരോട് സംസാരിച്ചപ്പോൾ പിന്നെ അവര് എന്നോട് വളരെ അകൽച്ചയിട്ട് നിൽക്കത്തുള്ളൂ. ഞാൻ യഥാർത്ഥമായ സംഭവം പറഞ്ഞു. ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ വളരെ എന്നോട് വിമുഖത കാണിക്കുകയും ഞങ്ങളുടെയൊക്കെ ചെറിയ സഭകളാണ്, അവിടെ ഇതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണതയാണ് ഞാൻ കണ്ടത്. പക്ഷെ ഈ ഒരു ഓർഡർ അത് ദൈവത്തിന്റെ വരവ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത് മേഘപ്രത്യക്ഷത വരെ ഇത് കാണണം. ഇല്ലെങ്കിൽ ആ പേജ് കീറിക്കളയണം.
അതങ്ങനല്ല. അതിങ്ങനാണെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ആരെങ്കിലും പറഞ്ഞാൽ ആ പേജ് കീറിക്കാണാം. അല്ല എന്തിനു പിന്നെ ആ വചനം അത് വേറെ രീതി പഠിപ്പിക്കുന്ന എന്തിനാ? അത് പഠിപ്പിക്കുന്നുണ്ട് ചിലര്. ഞാൻ പറഞ്ഞത്, ഞാൻ വികാരം കൊള്ളുകയല്ല. ദൈവത്തിന്റെ നിയമനത്തെ അട്ടിമറിക്കുവാനോട് ആർക്കും ഒരു അധികാരവുമില്ല. ദൈവത്തിന്റെ നിയമനത്തെ അതിനെ തകർത്തെറിയുവാൻ ആർക്കും ഒരു അവകാശവും ഒരു അധികാരവും ദൈവം നൽകിയിട്ടില്ല. ദൈവം പറയുന്ന അതേപോലെ തന്നെ ആ സ്ട്രക്ചറിൽ തന്നെ നിൽക്കണം. ആ സ്ട്രക്ചറിൽ നിന്നാൽ മാത്രമേ പുതിയ നിയമസഭയുടെ വേറെ ഒരു കാര്യം കൂടെ, അതിന്റെ താഴേക്കുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 5, 6, 7 ഗിരിപ്രഭാഷണം, അതിലെ ഒരു വാക്യം പോലും ജീവിതത്തിൽ തെറ്റിച്ചു കഴിഞ്ഞാൽ നിത്യതയിൽ പോകത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമ്മുടെ ഇടയിൽ നമ്മൾ ഏറ്റവും വലിയ വിശ്വാസികൾ എന്നറിയപ്പെടുന്ന, അല്ലെ ക്രൈസ്തവ ശിഷ്യന്മാർ എന്നറിയപ്പെടുന്ന, ഞാനിപ്പോ നിൽക്കുന്ന തകഴി IPC സഭയുടെ അംഗമായിട്ടാണ്. ഞാനിങ്ങനെ ഒരു കണക്കിങ്ങനെ എടുത്തു നോക്കിയപ്പോ ഒരാൾ പോലും തന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന ആരും ഞാൻ കണ്ടിട്ടില്ല. കാരണം പെന്തക്കോസ്തുകാരാണ് പറയുകയും നാട്ടിലും ദേശത്തിനും സാക്ഷിയില്ലാതെ ഇതിന്റെ അകത്തൊരു ബഹളാത്മകത ഉണ്ടാക്കിക്കൊണ്ട്, ബഹളാത്മകത എന്ന് പറയുന്നത് ഈയുടെ ഒരു കൺവെൻഷൻ പ്രാസംഗികൻ ഇങ്ങനെ പറഞ്ഞതാ. അതെനിക്ക് ഞാൻ ആ വാക്ക് കടമെടുക്കുകയാണ്. ബഹളാത്മകത, വളരെ അന്യഭാഷയും ഭയങ്കര ബഹളവും ഒക്കെ വെച്ചിട്ട് വീട്ടിൽ അമ്മായിയമ്മയുടെ തലയടിച്ചു പൊട്ടിച്ചിട്ട് സഭയിൽ വന്ന് അന്യഭാഷ പറയുന്നത് ഞാൻ നേരിട്ട് കാണുകയാണ്. ഞാൻ ഇത്ര ഒരു വലിയ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ വന്നതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ തോന്നിയത്. എനിക്ക് ആദ്യം തോന്നി. അതുകൊണ്ട് ഞാൻ എന്റെ വൈഫിനോട് ഇത് പങ്കുവെച്ചപ്പോൾ വൈഫ് പറയുന്നത് അങ്ങനെയൊക്കെയാണ്, അത് പെട്ടെന്നൊന്നും മാറത്തില്ല. ഞാൻ പറഞ്ഞു, ഈ എന്താ അപ്പോസ്തലന്മാരില്ലാത്തത്? എന്താണ് പ്രവാചകന്മാർ ചുരുക്കമായി പോയി? പ്രവാചകന്മാരെ അങ്ങനെ വലുതായിട്ട് കാണുന്നില്ലല്ലോ. പിന്നെ ഉപദേഷ്ടാക്കന്മാര് ഉണ്ട്, ഈ ഇടയന്മാരാണ് കൂടുതലും. എവിടെ നോക്കിയാലും ഇടയന്മാരാണ്. ഇന്നൊക്കെ ഈ എന്റെ ഒരു ഫീലിങ്സ്, എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഇതൊക്കെ ഓർത്ത് വിഷമിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ ദൈവത്തിന്റെ ഓർഡറെ അട്ടിമറിച്ചുകൊണ്ട് നിലനിൽക്കുന്ന സമകാലിക ആത്മീയ സാഹചര്യത്തെ മാറ്റണം. അത് മാറ്റിയേ തീരൂ. ഞാൻ അതിനു വേണ്ടിയാ ബൈബിൾ ഇപ്പൊ പഠിക്കുന്നത്. കാരണം എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യണം. ആത്മീയ കോണത്തിൽ എന്നെ കൊണ്ട് കഴിയാവുന്നത് ചെയ്യണം. കാരണം ഇങ്ങനെ ഒരു സംഭാഷണം തുടങ്ങി വെക്കുകയോ ഇങ്ങനെ ഒരു ചർച്ച തുടങ്ങി വെക്കുകയോ ചെയ്താൽ നമുക്ക് ദൈവത്തിന്റെ ഓർഡറിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ഈ വചനം പഠിക്കുന്നവരും എല്ലാവരും ഇത്തരമൊരു, ഞാൻ പറഞ്ഞത്, അതിലേക്കൊന്ന് മടങ്ങിപ്പോണം. നമ്മള് അപ്പോസ്തലൻ ഇല്ല എന്ന് പറയുന്ന, ഞാനൊരു പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ എന്താ, ആരാന്നറിയാവോ? ആ പാസ്റ്റർ പറയാണ്, അപ്പോസ്തലൻ എവിടെ ചെന്ന സഭയാ, അതാ അപ്പോസ്തലൻ. അങ്ങനെയൊക്കെയുള്ള ചില, ഞാൻ അടച്ചാക്ഷേപിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ ഞാൻ മനസ്സിലാക്കി വെച്ചൊരു കാര്യങ്ങൾ അത് ചർച്ചയ്ക്കായിട്ട് ഞാൻ വിടുകയാണ്. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്റെ സമയം ഒരുപാട് പോയി, ഒരുപാട് ഞാൻ എടുത്തു. ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ സ്നേഹാഭിവാദങ്ങൾ.